Yes, brother. We are heading to the South Indian Cherrapunji, Agumpe. ഹലോ ഗൈസ്, വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് കാര്യമായിട്ടൊരു പണിയില്ലാണ്ടിരിക്കുന്ന സമയത്താണ് കൂട്ടുകാരന്മാർ ചിക്കമംഗ്ലൂർ പോകാന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. സോ ഞങ്ങളങ്ങനെ ചിക്കമംഗ്ലൂർ പോയിട്ടൊക്കെ വരാം. ഉമ്മാട് ടാറ്റൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാം. ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് സൗത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന ആഗുംബയിലേക്കും അതേപോലെ തന്നെ ചിക്കമംഗ്ലൂരിലേക്കുമാണ്. ഞങ്ങളിപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ബൈ. എന്തൊഴിവാക്കിയാലും ചായ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളങ്ങനെ ആദ്യം ചായ കുടിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്ത്. ഞങ്ങളിപ്പോൾ ഒരു ചിക്കമംഗ്ലൂരാണ് പ്ലേസ്. ഇപ്പോൾ ചെറിയ ട്രക്കിങ് കാര്യങ്ങളിലായിട്ട് വൈബ് ട്രിപ്പൊന്നാണ്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ ചായക്ക് കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ചിക്കമംഗ്ലൂർ എത്തിയിരിക്കുകയാണ് ഗൈസ്. ചിക്കമംഗ്ലൂരിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമാണ് ഗൈസ്. ചുറ്റുപാടും മൊത്തം ഫുൾ വെറൈറ്റി കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഫുൾ വൈബാണ് ഗൈസ്. ഫൈനലി ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഹയർ കൊലാല ലേക്ക് എന്ന കർണാടകയിൽ തന്നെ മോസ്റ്റ് അട്രാക്റ്റഡ് ടൂറിസ്റ്റ് അട്രാക്റ്റഡ് ഉള്ള ഒരു പ്ലേസിലാണ് ഗൈസ്. മൊത്തം വൈബാണ് ഗൈസ്. ഗൈസ് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ നേരെ പോകുന്നത് മുല്ലാങ്കിരി പീക്കിലേക്കാണ് ഗൈസ്. മൊത്തം വൈബായിരിക്കും. യെസ്, അവിടെ എത്തിയിട്ട് കാണാം. നല്ല തണുപ്പാണ് ഗൈസ്. തണുപ്പ് പറഞ്ഞാൽ അമ്മാതിരി തണുപ്പാണ്. അമ്മാതിരി ഫോഗാണ് ഗൈസ്. കോണകസേ സ്ഥലത്തിന്റെ പേരെന്തല്ല? മുല്യാങ്കിരി പീക്കിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. മഞ്ഞും കൂടപ്പെട്ട ഒരു ഭയങ്കര അതിഭയങ്കരമായ മഞ്ഞിലൂടെയുള്ള എൻ്റെ ഈ ജാക്കറ്റൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. മുല്യാങ്കിരി അല്ല ഗൈസ്, ഞങ്ങളങ്ങനെ മുല്യാങ്കിരിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളിപ്പോൾ ട്രക്കിങ്ങിനായിട്ട് റെഡി ആയിരിക്കുകയാണ്. നമ്മളെ ഓണർ സൗദു ഷഹദാദ് ഉണ്ട്. എന്താണ് സൗദു നമ്മളെ ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത്? ഒന്നും പറയാനില്ല കഴിഞ്ഞു. അങ്ങനെ നമ്മള് നല്ല തണുപ്പാണ് ഗൈസ്. തണുപ്പ് എന്ന് പറഞ്ഞാൽ ഫോഗാണ്. ഞാൻ അമ്മാതിരി ഫോഗാണ്, ഒന്നും കാണുന്നില്ല. അത്രക്കും വേണോ? മതി, അത്ര ക്രിക്കറ്റ്. ഓ മാൻ, ഈ തണുപ്പത്ത് നിക്കറും കാണുന്നുണ്ടറിയില്ല. ടോപ്പിലേക്ക് ഞാൻ ഒറ്റക്കായി, അവിടൊന്നും കാണുന്നില്ല. ഒറ്റക്കാണ്, ആരുമില്ല, കണ്ണും കാണുന്നില്ല, പോണോന്നും അറിയില്ല. നോക്കി നോക്കാം, ഫോണാണ്, റേഞ്ച് ഇല്ല, ആരുമില്ല, ചുറ്റും ആരുമില്ല. നമ്മൾ 5 പേര് മാത്രമേ ഉള്ളൂ. ടോപ്പിലേക്ക് എത്തിയിട്ടില്ല. ടോപ്പിലേക്ക് ഇനിയും ഉണ്ട് കുറേ പോവാനേ. അമ്മാതിരി വീടാണ്. ഞങ്ങളങ്ങനെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് കോഫി ഫാക്ടറീസ് ആണ്. ഇവിടെ കുറേ ചിത്രങ്ങളൊക്കെ കാണാം. കുറച്ചും കൂടി അങ്ങോട്ട് നടന്നുകൊണ്ട് പോവാണ് ഗൈസ്. ഇവിടെ കുറച്ച് ഉപകരണങ്ങളൊക്കെ ഉണ്ട്, കുറേ ചിത്രങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ മേരുവിൻ്റെ ചിത്രമുണ്ട്. നമ്മളെ മേരുവിൻ്റെ കാഷ്ടമാണെന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ കുരങ്ങനുണ്ട്, കുരങ്ങൻ്റെ കാഷ്ടമുണ്ട്.
ഇവിടെ കുറച്ച് ഗ്രൈൻഡേഴ്സൊക്കെ കാണാം. ഇതൊക്കെ കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോഫി പൊടിയാക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഉപകരണമാണെന്ന് തോന്നുന്നുണ്ട്. കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ നമുക്ക് കുറേ കാപ്പി കുരുകൾ കാണാൻ സാധിക്കും. കുറേ കാപ്പി കുരുണ്ട് ഗൈസ്. സപ്പുറോ കോഫീൻ്റെ ഇതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? വളരെ ഒരു മോശപ്പെട്ട അനുഭവമായിരുന്നു കോഫി കാരണം ധാരാളം ബിൽഡിങ്ങുകൾ അതുപോലെ തന്നെ ഒരുപാട് കാപ്പിപ്പൊടികൾ ഉണ്ടായിട്ടും നമുക്കൊരു കാപ്പിയാക്കി തരാതെ വളരെ മോശമായി. അത് വലിയൊരു തെറ്റാണ്. കാരണം എത്രയൊക്കെ കാപ്പിപ്പൊടി ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒരു 5 രൂപയുടെ ഒരു കാപ്പിയെങ്കിലും ഒരു ലോക്കൽ കാപ്പിപ്പൊടി വെച്ച് ഒരു കാപ്പി ഉണ്ടാക്കി തരാമായിരുന്നു. അത് എനിക്ക് വളരെ വിഷമമായിട്ടുണ്ട്. കാരണം 4 മണി സമയത്ത് ഞങ്ങൾ ഇവിടെ വന്നത് തന്നെ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഇത് ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അതെ, 10-35 കിലോമീറ്റർ ചെലവഴിച്ചിട്ടാണ് ഈ കാപ്പി കുടിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ എന്റെ കൂടെ എന്റെ 5 സുഹൃത്തുക്കളും കൂടി ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ വന്നപ്പോ ഒരു ആതിഥ്യ മര്യാദ എന്നൊരു സംഭവം കോഫി മ്യൂസിയത്തിന് ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും ശക്തമായ നടപടി കർണാടക സർക്കാർ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ പ്രയത്നിക്കുക. ഇന്ന് ഞങ്ങൾ ഇവിടെ കുത്തിരിപ്പ് സമരത്തിന് കാപ്പിയുടെ ഈ തോട്ടത്തിൽ തന്നെ ഒരു കുത്തിരിപ്പ് സമരത്തിന് തുടങ്ങുകയാണ്. അതല്ല പറയാനുള്ളത്. ഇപ്പോൾ ധാരാളം ബിൽഡിങ്ങുകൾ കണ്ടു നമ്മള്, എന്നിട്ടും നമുക്ക് ആദ്യത്തെ മറ്റേ അതെന്നൊരു കോഫി പോലും ഇല്ല. ഒരു നിമിഷം ഞാനെങ്കില്ലാണ്ടായി. ഞങ്ങളങ്ങനെ അവിടെ ഫുൾ ബ്ലോക്കാണ്. സോ അതുകൊണ്ട് നമുക്കൊരു അഡ്വഞ്ചർ ട്രിപ്പിന് ഇറങ്ങിയിരിക്കാൻ ഗൈസ്. ഫുള്ള് കാട്ടിലൂടെ ഫുള്ള് വൈബാണ് ഗൈസ്. മൊത്തം ഫുള്ള് കാടാണ് ഗൈസ്. ഭയങ്കര ഫോറസ്റ്റാണ്. ഡീപ്പ് ഫോറസ്റ്റിലേക്ക് നടക്കുന്നുണ്ട് നമ്മൾ. റെസ്ട്രിക്റ്റഡ് ഏരിയാന്ന് തോന്നുന്നു. സോ ഇതിൻ്റെ അടുത്തൊന്നും ആൾക്കാരൊന്നുമില്ല. അതന്നെ എന്തെങ്കിലും കാണുവാണെങ്കിൽ കാണാം ഗൈസ്. വലിയ റിസ്ക്. യെസ് യാ ഗൈസ്. ഇപ്പോൾ എങ്ങോട്ടും എത്തി ഗൈസ്, എടുത്തി അറിയില്ല. കാട്ടിലിങ്ങനെ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. ഇവിടത്തേക്ക് എത്തുമ്പോൾ റേഞ്ച് കിട്ടി ഗൈസ്. ഇത്ര നേരം റേഞ്ച് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ റേഞ്ചൊക്കെ കിട്ടി. അത് നല്ല വൈബുണ്ട് ഗൈസ്. ഇതാണ് തെക്ക്, ഇത് വടക്ക്. അതൊക്കെ അല്ലേ ഗൈസ്? 3 വഴിയുണ്ട് ഗൈസ്. 1, 2, 3 വഴിയുണ്ട് ഗൈസ്. നിധി തേടിയുള്ള യാത്രയാണ്. എങ്ങോട്ട് പോകും? അങ്ങോട്ട് ശരിക്കും വഴി കാണുന്നില്ല. അപ്പോൾ ശരിക്കും 2 ഭാഗത്തേക്കാണ് വഴിയായിരുന്നു കാണുന്നത്. ഇത് കാണുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. ഇങ്ങോട്ടേങ്ക പോവാ. മൊയിലാളി അങ്ങോട്ട് പോയി. അപ്പം ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോവാം. മൊയിലാളി നമ്മൾ അങ്ങോട്ട് വിളിച്ച്. യെസ് കാട് തന്നെ. അത് പോവല്ലറ, പെട്ടെന്ന് അങ്ങനെയൊക്കെ പോവല്ലറ. നീ ഇത് ബെൽച്ചിലെടുക്കുന്ന അട്ടനെ വന്നാ മൊത്തം അട്ടയാണ് കൈസ്. എന്തിനാ ഗൈസ് മൊത്തം കുഴിച്ചിട്ട് കാണുന്നുണ്ട്. ഇത് കുറേ നേരം നിൽക്കാൻ പറ്റില്ല ഗൈസ്, മൊത്തം അട്ടയാണ്. ഞാൻ ഷൂട്ടിൽ വന്നു പറഞ്ഞു അത് വെക്കറ പോവാ, റിട്ടേൺ അടിക്കാം ഗൈസ്. മൊത്തം അട്ടാണ് ഗൈസ്. മുഞ്ചി ഗൈസ്. ഇവിടെ മൊത്തം കുഴിച്ചിട്ടിട്ടുണ്ട് ഗൈസ്, ഫുള്ള് കുഴിച്ചിട്ടിട്ടുണ്ട്. എന്തോ കാര്യമായിട്ട് എന്തോ ഉണ്ട് ഗൈസ്. നമ്മളങ്ങനെ റിട്ടേൺ അടിച്ചിട്ട് കാറിൻ്റെ അടുത്തേക്ക് എത്താനായി. മാത്രം നടന്നിട്ട് കുറേ നടന്ന് ഇത് പോയ സ്ഥലത്തേക്ക് എത്തുന്നില്ല. എത്താനായി എന്ന് പറയുന്നല്ലാണ്ട്. ഓ മാൻ, എന്തോ സൗണ്ട് കേൾക്കുന്നറാ? ഫ്രണ്ടിൽ പോകുന്നുണ്ടോ അറിയില്ല. ചെറിയ ഗൈസ് അങ്ങനെ തിരിച്ചെത്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ കാറിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഫൈനലി. യെസ്, നല്ലൊരു കാട്ടിലൊക്കെ കയറി. ഇനിയിപ്പോൾ കാറിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് അട്ട ഉണ്ടാന്ന് നോക്കണം. അട്ടൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മളെന്തും പ്രിപ്പറേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ തട്ടിക്കളയെ മാത്രമേ വഴിയുള്ളൂ ഗൈസ്. ഗുണ്ടാദ്രി ഹിൽസ് ഓപ്പൺ ആയിരിക്കുകയാണ് ഗൈസ്.
ഗൈസ് അങ്ങനെ ഗുണ്ടാദ്രി ഹിൽസ് ഓപ്പൺ ആയിട്ടുണ്ട്. സോ നമുക്ക് ഗുണ്ടാദ്രി ഹിൽസിലേക്ക് പോവാം. നല്ല ആയിക്കോട്ടെ ഫുള്ള് താഴെയൊന്നും പോകുന്നില്ല. സോ മീറ്റൊക്കെ ഞങ്ങൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടൊന്നുമില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ഗുണ്ടാദ്രി ഹിൽസിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഗുണ്ടാദ്രി ഹിൽസിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഫുള്ള് ഫോഗാണ് ഗൈസ്, മൊത്തം ഫോഗാണ്. കുറച്ചപ്പുറത്ത് വെള്ളച്ചാട്ടമുണ്ട്. സോ ഞങ്ങളിങ്ങനെ സ്റ്റെപ്പ് കയറിക്കൊണ്ട് പോകാം. അമ്പത്തിൻ്റെ താക്കോല് ആര് അങ്ങനെയാ ഗൈസ്. നമുക്ക് ടെമ്പിളിൻ്റെ താക്കോല് കിട്ടിയിട്ടുണ്ട്. അഭിലാഷം ഓ മാൻ മഞ്ഞ് പെയ്യുന്നുണ്ടാ. ഏതുറാ അമ്മാതിരി മഞ്ഞ് ഗൈസ്. എന്തു കാണുന്നില്ല, കാണുന്നുമില്ല. അതുമല്ലാണ്ട് മഞ്ഞ് പെയ്യുന്നുണ്ട്. ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ ഇപ്പോൾ ഉള്ളത് നമ്മളെ ജൈൻ മതക്കാരുടെ ഒരു ടെമ്പിളിലാണ്. സോ നല്ല ഫോക്കാണ് ഗൈസ്, അമ്മാതിരി ഫോക്ക്. ഇവിടെ കാണുന്നില്ല, അതാണ് ടെമ്പിള്. അങ്ങോട്ടുണ്ട് ഫുള്ള് സോ നല്ല വൈബുണ്ട് ഗൈസ്. വൈബ് എന്ന് പറഞ്ഞാൽ അമ്മാര് ഫുള്ളിങ്ങനെ ഫോഗായിട്ട് അത്രയും മഞ്ഞായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ മഞ്ഞൊക്കെ പെയ്യുന്നൊക്കെ ഉണ്ട്. നല്ല വൈബുണ്ട് ഗൈസ്. വീട്ടിൽ നിന്ന് മയക്കോട്ട് കൊണ്ടുവന്നു, പക്ഷെ മഴ വന്നില്ല. ಸೊ ಇಷ್ಟು ಬೇಗ ನಾವು ಬಂದಷ್ಟಲ್ಲ ಸರ್, ಇಷ್ಟು ಬೇಗ ಅಂತ ಬಂದ್ ಮಾಡುದು. ಒಂದು ಅರ್ಧ ಗಂಟೆ ಈಗ ಹೋಗ್ತೇನೆ. അങ്ങനെ ഞങ്ങൾ ടെമ്പിളിലുള്ളത് പോകുന്നുണ്ട്. പറഞ്ഞ പോലെ ടെമ്പിൾ അടിച്ച് ഗൈസ്. ഞങ്ങൾക്ക് ടെമ്പിൾ തുറക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ അവിടെ വീഡിയോ ഫോട്ടോസ് ഒക്കെ എടുത്ത് സമയം കളഞ്ഞു. സോ ഇപ്പോൾ 17-ാം നൂറ്റാണ്ടിൽ പാർശ്വനാഥൻ എന്ന മഹാന് സമർപ്പിച്ചതാണ് ഈ ടെമ്പിൾ എന്ന് പറയപ്പെടുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. മുമ്പ് വന്നേര് നല്ല നല്ല പ്ലേസ് കാണാൻ പറ്റി. പിന്നെ ഈ ടെമ്പിൾ നല്ല രസമുണ്ട്. ടെമ്പിൾ അല്ലാണ്ട് ടെമ്പിളിൻ്റെ ചുറ്റുഭാഗത്തും നല്ല ടോപ്പാണ് ഗൈസ്. മഴ തരാം ഗൈസ്, ചെറിയൊരു ചാറ്റലമയുണ്ട് ചെറുങ്ങനെ. ഞങ്ങളങ്ങനെ റിട്ടേൺ അടിക്കുകയാണ് ഗൈസ്. ഞങ്ങളങ്ങനെ ടാറ്റ വൈ പറഞ്ഞ് റിട്ടേൺ അടിക്കുകയാണ്. ഞങ്ങളങ്ങനെ ജോഗി കൊണ്ട് വാട്ടർഫാളിലേക്ക് പോകുന്ന വഴിക്ക് നല്ലൊരു ബ്ലോക്ക് കിട്ടി ഗൈസ്. മൊത്തം കിലോമീറ്റർ കണക്കിനാണ് ബ്ലോക്ക് ഉള്ളത് ഗൈസ്. ഞങ്ങളങ്ങനെ ആ ബ്ലോക്കിൻ്റെ താഴെത്താൻ കുറേ കഷ്ടപ്പെട്ട് അങ്ങനെ ഞങ്ങൾ ബ്ലോക്കിൻ്റെ താഴെ എത്തി ഗൈസ്. താഴെത്തിട്ട് നമ്മൾ ഫുള്ള് ബ്ലോക്കൊക്കെ ഒഴിവാക്കിയിട്ട് വിടുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുൾ അവിടെ പോയിട്ട് കർണാടകത്തിൽ പോയിട്ട് മെയിനായി ഗൈസ്. ഞാൻ ഫുള്ള് മെയിനായി ഗൈസ്. ഹലോ എവരിവൺ, ഞങ്ങളങ്ങനെ വാട്ടർഫാളിന്റെ പേരെന്താ? ജോഗി കുണ്ടി ജോഗി കുണ്ടി തന്നെയാ. ജോഗി കുണ്ടി വാട്ടർഫാൾസിലേക്കാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. ഇതാ നമ്മളെ വാട്ടർഫാളിലേക്ക് പോകുന്ന ആൾക്കാരെ കാണാം. ഒന്ന് മയക്കോട്ടിട്ട് മെയിൻ ആള് ആശാൻ, പിന്നെ നമ്മളെ ചെക്കന്മാരുണ്ട്. ഞങ്ങളങ്ങനെ ജോഗി കൊണ്ട് വാട്ടർഫാളിലേക്ക് എത്തിരിക്കാനായി. നല്ല വാട്ടർഫാളാണ്. നല്ല മഴയുണ്ട്. ഇറങ്ങാൻ പറ്റുമോ അറിയില്ല, നോക്കണം ഗൈസ്. അങ്ങനെ ഞങ്ങൾ റിട്ടേൺ അടിക്കാൻ പോവാണ്. റിട്ടേൺ അടിച്ചു ഗൈസ്, ശരിക്കും പറഞ്ഞാൽ റിട്ടേൺ അടിച്ചു. മൊത്തം നല്ല റിട്ടേൺ അടിക്കാനായി കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളിലായി. അങ്ങനെ ഇവിടുത്തെ ഇഷ്യൂല്ല, പുറമേ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളായി. സോ നമ്മൾ റിട്ടേൺ അടിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 3:30 കർണാടക 3:30.
അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകണം. തിരിച്ച് പോയിട്ട് രാവിലെ ഇന്നലെ മുമ്പ് പോയിട്ട് വീട്ടിലെത്തും. ബൈ ബൈ.